എക്കോ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാ കാണ്ഡം. അത് മാത്രം മതി ഈ സിനിമ കാണാൻ. ഈ സിനിമ ഇതുവരെ കാണാത്തവരാണ്, ഇനി കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അമിത പ്രതീക്ഷ ആപത്ത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓൾവേസ് ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. നോർമലി ഒരു പടം ടോക്ക് ഓഫ് ദ ടൗൺ ആവുമ്പോൾ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ കൂടും. ആൻഡ് ഈ സിനിമ പറയുമ്പോൾ എല്ലാവരുടെയും പോസിറ്റീവ് റിവ്യൂസ് ആണ്. ആൾക്കാർ ജോണർ പോലും മനസ്സിലാക്കാതെ പല പല കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പോയിട്ട് സാറ്റിസ്ഫൈഡ് അല്ല, ഓവർ ഹൈപ്ഡ് ആണ് പറഞ്ഞിട്ട് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഓവർ എക്സ്പെക്ടേഷൻ എന്നുള്ള ബർമൂഡ ട്രയാങ്കിളിൽ വീഴാതിരിക്കുക. എവിടെ ഒരു ത്രില്ലർ ഉണ്ടോ ആ ത്രില്ലറിന്റെ ജോണർ പോലും പലർക്കും അറിയില്ല. അപ്പോഴേക്കും അവർ കമ്പയർ ചെയ്യും ദൃശ്യമായിട്ട്. ദൃശ്യത്തിന്റെ അപ്പനാണ്, ദൃശ്യത്തിന്റെ മാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കിഷ്കിന്ധാ കാണ്ഡം റിലീസായ സമയത്ത് കമ്പാരിസൺ ദൃശ്യമായിട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ആ പടം കണ്ട ആളല്ല, ഞാൻ പിന്നെയാണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ എക്സ്പെക്ടേഷൻ സ്കൈ ഹൈ ആയിരുന്നു. കാരണം ദൃശ്യത്തിന് വെല്ലുന്ന പടം, അങ്ങനത്തെ പടം, ഇങ്ങനത്തെ പടം പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായി വന്ന കാര്യം ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിൽ ദൃശ്യത്തിനെ വെല്ലിനൊക്കെ ഒരു ട്വിസ്റ്റ്. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മൈൻഡിൽ ഫുൾ ഇതായതുകൊണ്ട് തന്നെ എവിടെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ തൊട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ക്ലൈമാക്സ്. ട്വിസ്റ്റ് എവിടെ, ട്വിസ്റ്റ് എവിടെ, ട്വിസ്റ്റ് എവിടെ. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോണ്ടാണോന്ന് അറിയില്ല, പല ട്വിസ്റ്റും എനിക്ക് നോർമലി പ്രെഡിക്റ്റബിൾ ആയി തോന്നി. ആൻഡ് പല മൊമെന്റ്സും എനിക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും അപർണ ബാലമുരളിയുടെയും കിടിലം പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഐ വാസ് ഇൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി. അതിന്റെ കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം എന്റെ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആയിരുന്നു. ഞാൻ വേറൊരു സിനിമയായിട്ട് അത് കമ്പയർ ചെയ്യാൻ പോയി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എക്കോ സിനിമയുടെ ബ്യൂട്ടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് കൺട്രോളിൽ വെച്ചിട്ട് പോവുക എന്ന ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ കാരണം ഈ സിനിമ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന പടമാണ്. അതുകൊണ്ട് ആ ബർമൂഡ ട്രയാങ്കിളിൽ വീഴാതെ നോർമൽ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പോയി കഴിഞ്ഞു വെച്ചാൽ ഒരു അബ്സല്യൂട്ട് സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ടോക്ക് അബൌട്ട് സന്ദീപ്. എക്കോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഇനി സന്ദീപിന്റെ പടം ഏത് ഗുദാമിൽ ഇറങ്ങിക്കോട്ടെ ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടിരിക്കും. മോസ്റ്റ് ടാലന്റഡ് യങ് ആക്ടർ, അല്ലെ ഹൈലി ടാലന്റഡ് യങ് ആക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാ. സന്ദീപിന്റെ ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആക്ടേഴ്സിന് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അവരുടെ കംഫേർട്ട് സോണിലുള്ള പടങ്ങളെ ചെയ്യുള്ളൂ. അതായത് നെക്സ്റ്റ് ഡോർ ബോയ് അങ്ങനത്തെ പടങ്ങളെ ചെയ്യൂ. കാരണം പുതിയതായിട്ട് സിനിമയിലോട്ട് വരികയാണ്, കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ. സോ അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എന്നാൽ സന്ദീപിന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് മാസ് കാണിക്കും. പടക്കളത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ആളുടെ ഒരു ഓറയുണ്ട്, അത് കണ്ടാൽ മനസ്സിലാക്കാം. സന്ദീപിന് മാസ് കാണിക്കാൻ പറ്റും, സന്ദീപിന് കോമഡി ചെയ്യാൻ പറ്റും, സന്ദീപിന് വില്ലനിസം കാണിക്കാൻ പറ്റും, സന്ദീപിന് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ആകാശത്തിന് താഴെയുള്ള എന്തും സന്ദീപിന് ചെയ്യാൻ പറ്റും. വാട്ട് ആൻ ആക്ടർ മാൻ. ഈ സിനിമയിൽ സന്ദീപിനെ പിഴിഞ്ഞെടുത്തുണ്ട് പറഞ്ഞാൽ ആക്ടർ സന്ദീപിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തൊരു പടമാണ്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലൊക്കെ ആളുടെ ഒരു അഴിഞ്ഞാട്ടുണ്ട്. കിടു പറഞ്ഞാൽ വൻ കിടു പെർഫോമൻസ് ആണ് ബ്രോ. അത് കഴിഞ്ഞ പിന്നെ പെർഫോമൻസിന്റെ കാര്യം തന്നെ ആദ്യം എടുത്ത് പറയണം. ഇതില് നമ്മുടെ കുര്യാച്ചൻ ആ ക്യാരക്ടർ ഇരിക്കുന്നത് ബോളിവുഡ് ആക്ടറാണ് സൗരഭ്. ആളി ബാഗി 4 ഉണ്ടായിരുന്നു. ആളാണ് ഈ പടത്തിന് ആ കുര്യച്ചൻ ക്യാരക്ടറിന് ആപ്റ്റ്, 100% ആപ്റ്റ്. ഫസ്റ്റ് ഗ്ലാൻസിൽ അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് അങ്ങേരല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ആ ഒരു ഓറ ആ മനുഷ്യനുണ്ട്. അടിപൊളിയായിരുന്നു. പെർഫോമൻസിന്റെ ഒരു ഫ്ലഡ് ആണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് മ്ലാത്തിച്ചേടത്തി പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ നിങ്ങേരെ വൈഫായിട്ട്, ഓ മാൻ, ടുവേർഡ്സ് ലാസ്റ്റ് ആളുടെ സട്ടിലായിട്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആള് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പെട്ട പെർഫോമൻസ് ഇവരെ എത്ര പൊക്കി പറഞ്ഞാലും മതിയാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കാംബോജി സ്റ്റാർ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടെങ്കിലും സന്ദീപും അതേപോലത്തെ അങ്ങേരും തമ്മിൽ ഒരു കുന്നിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങേരൊക്കെ പ്യുവർ ആക്ടറാണ്. അറിഞ്ഞ് പണിയ അങ്ങേരൊക്കെ പ്യുവർ ആക്ടറാണ്. സുധീരൻ സിനിമ കണ്ടവർക്ക് അറിയാം, അതിലും അങ്ങേര് ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ ആയിരുന്നു. അങ്ങേരൊക്കെ കിടുവായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ വിനീതൊക്കെ ഇപ്പോഴും കിടുവാണ്. സോ അനിമൽ ട്രിയോളജിയുടെ ഒരു ലാസ്റ്റ് സെഗ്മെന്റ് ആണ് ഈ സിനിമ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അനിമൽ ട്രിയോളജി പറഞ്ഞ റൺബീർ കപൂറിന്റെ അനിമൽ അതല്ല. സോ ഈ കിഷ്കിന്ധാ കാണ്ഡം ടീംസ് അവരുടെ സിനിമകൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ കിഷ്കിന്ധാ കാണ്ഡത്തിൽ കുരങ്ങൻ, നെക്സ്റ്റ് കേരള ക്രൈം ഫയൽ സീസൺ 2 വെച്ചാൽ നായ, ഇതിലും നായ.
എനിക്ക് മനസ്സിലാവത്ത് ഈ സിനിമയിലെ മെയിൻ പാർട്ട് ഡോഗ്സ് ആണ്. ഈ അനിമൽസിനെ ചുറ്റിപ്പറ്റിയിട്ട് എങ്ങനെ ഇവര് കഥ കൊണ്ടുപോകണമെന്ന് ദാറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ആക്ച്വലി ഭയങ്കര ടഫ് ടാസ്ക് ആണ്. ടഫ് അല്ല, ഹർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് നായ്ക്കളൊക്കെ കിടു, ആ സീക്വൻസ് ഒക്കെ പേട്ട സാധനങ്ങളായിരുന്നു കേട്ടോ. ഇതൊരു എളുപ്പപ്പണിയല്ല. ആൻഡ് ഇവരെങ്ങനെയാണ് വെച്ചാൽ ഇവരുടെ എല്ലാ സിനിമ അല്ലെങ്കിൽ സീരീസ് നോക്കിയാൽ സിനിമയുടെ നടുവെന്നായിരിക്കും തുടങ്ങുക. പിന്നെ 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 കൊണ്ടുപോയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ ചെയ്യിപ്പിക്കുക. അതൊക്കെ എന്ത് രസത്തിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുകയെന്ന് അറിയോ. ഇത് പ്രസന്റിലുള്ള ഇമോഷൻസ് കാണിക്കുമ്പോൾ അതിനിപ്പോ ഫ്ലാഷ് ബാക്കിലുള്ള ഇമോഷണൽ സീൻസ് കാണിക്കും. അത് തമ്മിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു ഫ്ലാഷ് ബാക്ക് സീൻസിൽ ചെറിയൊരു റൊമാൻസ് പോർഷനും അതേപോലെ തന്നെ ആ ഒരു പട്ടികളുടെ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. കിടു പറഞ്ഞ വൻ കിടു സാധനമായിരുന്നു. ആൻഡ് നരേനെ പറ്റി എടുത്ത് പറയണം, ഞാൻ മറന്നു ആളെ പറ്റി പറയാൻ. നരേൻ മലയാളം ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ആക്ടറാണ്. വൻ കിടു ആക്ടറാണ്. ഇതിൽ അങ്ങേരെ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്, ക്യാരക്ടർ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആള് പറയുന്നുണ്ട്, അതായത് ഞാൻ ചിരിക്കും, എന്റെ അമ്മച്ചിക്ക് ഞാൻ സോഫ്റ്റ് ആയി സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് പറഞ്ഞിട്ട് എന്റെ തലയിൽ കയറാൻ വന്നു കഴിഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം തന്നെ ഒരു ക്ലൂ തരുന്നുണ്ട്. അശോകന്റെ വീട്ടിൽ വെച്ചിട്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്, സാധനമായിരുന്നു. ആൻഡ് ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഈ സിനിമയുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ എത്രത്തോളം പറ്റും അത്രയും എൻഹാൻസ് ചെയ്ത ഒരു ക്ലൈമാക്സ് ആണ് ഇതിന്റെ. കിട്ടു ആബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ, ആ ഒരു എഫക്റ്റ് ആയിരുന്നു. സോ ഇത്രയും ഞാൻ പൊക്കി പറയുന്നത്, എനിക്കൊരു സിനിമ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അതിനെ എക്സാജറേറ്റ് ചെയ്യാൻ നോക്കും. എക്സാജറേറ്റ് ചെയ്യല്ല, മാക്സിമം അതിനിപ്പോ സംസാരിക്കാൻ നോക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും കേട്ട് ഓവർ ഹൈപ്ഡ് ആവരുത്. അങ്ങനെ ആയി കഴിഞ്ഞു വെച്ചാൽ ഈ സിനിമയുടെ ബ്യൂട്ടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നല്ല പടം എന്നൊന്നും പറഞ്ഞാലോ ഓച്ചാറിൻ ഇനഫ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് എനിക്ക് പറയാനുള്ളൂ. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന്. അശോകൻ കിടുവായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുന്ന്, അതായത് ആൾക്കാരൊക്കെ വളരെ ദുർലഭം പോണ ഒരു കുന്നിന്റെ മുകളിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ സീക്വൻസും നടക്കുന്നത്. പട്ടിക്കാട് എന്നൊക്കെ അവർ പറയുന്നെങ്കിൽ വിഷ്വൽസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഇത് ഇവരുടെ ഈ കിഷ്കിന്ധാകാന്ഡം ടീംസിന്റെ സിനിമകൾ കണ്ടവർക്ക് അറിയും, അല്ലെങ്കിൽ സീരീസ് കണ്ടവർക്ക് അറിയും. സ്പൂൺ ഫീഡ് ഇത് തരില്ല, നിങ്ങൾ എന്നാ കഴിച്ചോ വേണ്ടി തരില്ല. നമ്മൾ കുറച്ചൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ടുവേർഡ്സ് എൻഡ് അതൊക്കെ കുറച്ച് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനർത്ഥം PhD ചെയ്യണമെന്നോ അല്ലെങ്കിൽ MBBS എടുക്കണമെന്നോ ഇംഗ്ലീഷ് അല്ല മറ്റേ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല. ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കത്തും. സോ ട്രൈ ഇറ്റ് ഔട്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ പടം തന്നെയാണ്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇതിന് ചില പരിപാടികളൊക്കെ ഉണ്ട്. ചില മൊമെന്റ്സിൽ ഇത് വന്നിട്ട് സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പോലെയൊക്കെ പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഉണ്ടായാലും നമ്മുടെ നരേന്റെ വണ്ടിയുടെ ബ്രേക്ക് പോണ സമയത്തൊക്കെ നമുക്ക് തോന്നും ദാറ്റ് വി ആർ എ പാർട്ട് ഓഫ് ദാറ്റ് വെഹിക്കിൾ, നമ്മൾ ആ വണ്ടിയിലുണ്ട് തോന്നും. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കും. സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ എഫക്റ്റിലോട്ട് പടം പോകുന്നുണ്ട്. അങ്ങനെ 1, 2, 3 സീക്വൻസ് ഉണ്ട്. ആൻഡ് 1, 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ലാസ്റ്റ്. അതൊക്കെ നൈസ് സാധനങ്ങളാണ്. സോ മസ്റ്റ് വാച്ച് പടം.